യാത്രാപ്രേമികളെയും പ്രകൃതി സ്നേഹികളെയും ഒരേപോലെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമഘട്ട മലനിരകൾ വീണ്ടും ഒരു നീല പട്ടുടുക്കാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിപ്പൂക്കളാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ മൂന്നാറിനെ നീലക്കടലാക്കി മാറ്റുക. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിനു പുറത്തുള്ള 5 സ്വാഭാവിക പുൽമേടുകളിലാണ് പ്രധാനമായും കുറിഞ്ഞി വസന്തം വിരുന്നെത്തുന്നത്. ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നീ 5 കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ കുറിഞ്ഞിച്ചെടികൾ പലതും പൂത്തു തുടങ്ങിയിരിക്കുന്നു. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതിലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻ വർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറി തച്ചുടച്ച 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായും തിരിച്ചുപിടിച്ചിരുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങൾ ഒഴിഞ്ഞതോടെ പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ് ചൊക്രമുടിയിൽ ഇപ്പോൾ ദൃശ്യമാകുന്ന ഈ നീലവസന്തം. ചൊക്രമുടിക്ക് ചുറ്റും ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിന് തങ്ങളുടെ പവിത്രമായ മലനിരകൾ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന്റെ പുണ്യ നിമിഷം കൂടിയാണിത്. അതാണെങ്കിൽ സാറേ, ഇപ്പോൾ ഒന്നാമത്താണെങ്കിൽ നീലക്കുറിഞ്ഞി പൂത്തു കഴിഞ്ഞാൽ ഒത്തിരി തേനീച്ചൊക്കെ വരും. തേനീച്ച, പെരുന്തേന്, മറ്റേ കാട്ടിലുള്ള ഈ പെട്ടിത്തേനൊക്കെ നേരെ ഇഷ്ടംപോലെ വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഇഷ്ടംപോലെ തേൻ ഈ മേഖലയ്ക്കുണ്ടാകും. അത് തേനും എടുത്താണ് ഞങ്ങളുടെ പണ്ടത്തെ കാരണവന്മാർ ജീവിച്ചു പോയ കാലമാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം ഇച്ചിരി പൂ പൂത്തായിരുന്നു. അതിപ്പോൾ കള്ളം പൂത്തെന്ന് പറയാം. ഒരു വർഷത്തിന് മുമ്പ് 1-2 ചെടി പൂത്താൽ പിറ്റേ വർഷം അത് നന്നായിട്ട് മൊത്തത്തിൽ പൂക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇത്രയും ഈച്ച പറന്ന് വരുമ്പോൾ ഒത്തിരി കടിയേറ്റ് അങ്ങനെ ആൾക്കാർ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ തേൻ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ തേനെടുത്ത് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഇപ്പോഴും ഉണ്ട് ഈ പരിപാടി. അടുത്ത വർഷം ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലാവിനും മൊത്തമായിട്ട് പൂക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചൊക്കുടുമുടിക്കുടിയിലെ ഒരു കാണി മൂപ്പനാണ്. ഇവിടെ ഒരു പശു വളർത്തന എന്ന് മേട്ടി വന്ന് കറങ്ങി നടക്കുന്നവനാ. ഈ നമ്മുടെ കയ്യാറ്റ് ഭൂമിയുടെ അടുത്ത് എല്ലാ വർഷവും 5-6 വർഷമായിട്ട് കഴിഞ്ഞ് ആടുള്ള സ്ഥലമാണ് പറയാട്. ഒരു ചാനലിലുണ്ടായിരുന്നു. കുറിഞ്ഞി സീസൺ പ്രമാണിച്ച് വൻതോതിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ ജില്ലാ ഭരണകൂടം അനൌദ്യോഗികമായി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവികുളം സബ് കളക്ടർ VM ആര്യയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ്, KFDC, DTPC, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങി വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് പ്രധാന തീരുമാനം. മേഖലയിലെ കനത്ത ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും. മനുഷ്യൻ ഒഴിഞ്ഞുപോയ മണ്ണിൽ പ്രകൃതി വീണ്ടും ഒരു വിസ്മയം ഒരുക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ. വിനോദസഞ്ചാരത്തിനൊപ്പം കനത്ത പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കി ഈ നീലവസന്തത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് അധികൃതർ. കേരള 1 മലയാളം, ഇടുക്കി.